ഹലോ ഫ്രണ്ട്സ്, അടുത്ത എപ്പിസോഡിൽ ശാലിനിയെ കാണുവാനായി വിഷ്ണു കുടുംബശ്രീയിലേക്ക് എത്തുന്നു. ഈ സമയത്ത് ശാലിനി ശാരദാമ്മയോട് ശ്യാമിയെ എങ്ങനെയായിരിക്കും സത്യഭാമ ഇനി നോക്കുക എന്നും എന്റെ അനുജത്തി എന്നുള്ള നിലയ്ക്കായിരുന്നല്ലോ ഇത്രയും നാൾ സത്യമ്മ ശ്യാമയുടെ നേരെ ദേഷ്യപ്പെട്ടുകൊണ്ടിരുന്നത്. ഇനിയും അതേ നിലയിൽ തന്നെ സത്യമ്മ മുന്നോട്ട് നീങ്ങുമോ എന്നതാണ് തന്റെ ആശങ്കയെന്നും ഞാൻ അവിടെ ഇല്ലാത്തത് കൊണ്ട് എന്നോട് കൂടിയുള്ള ദേഷ്യം സത്യമ്മ ശ്യാമയോട് തീർക്കുമോ എന്നൊക്കെ എന്റെ മനസ്സ് വല്ലാതെ ആശങ്കപ്പെടുന്നുണ്ട് എന്ന് ശാലിനി ശാരദാമ്മയോട് പങ്കുവെക്കുന്നു. ഇതെല്ലാം കേട്ട് ശാരദാമ്മ ശാലിനിയെ ആശ്വസിപ്പിക്കുന്നു. എന്തായാലും ശ്യാമിക്ക് വേണ്ടി ഇനിയും ഈ കാര്യങ്ങളൊന്നും ആലോചിച്ച് ഇനി നിന്റെ മനസ്സ് വേദനിപ്പിക്കണ്ട എന്നും ശ്യാമിക്ക് വേണ്ടി ചെയ്യാവുന്നതിൽ ഏറ്റവും വലിയ കാര്യമാണല്ലോ എൻ്റെ മോള് ചെയ്തത് എന്ന് ശാലിനിയെ ശാരദാമ്മ സമാധാനിപ്പിച്ചു. എന്തായാലും വിഷ്ണു ഒരിക്കലും ശാലിനിയെ ഉപേക്ഷിക്കുകയില്ല എന്നും തീർച്ചയായിട്ടും സത്യങ്ങൾ തിരിച്ചറിഞ്ഞ് സത്യാമ്മ തന്നെ വിഷ്ണുവിനെ ഇവിടേക്ക് പറഞ്ഞയക്കുമെന്ന് തനിക്ക് ഉറപ്പാണ് എന്ന് ശാലിനിയെ പറഞ്ഞ് മനസ്സിലാക്കാനായി ശാരദാമ്മ ശ്രമിച്ചു. ഇതെല്ലാം കേൾക്കുന്ന ശാലിനി ശാരദാമ്മയുടെ പറഞ്ഞു, എന്തൊക്കെ സംഭവിച്ചെന്ന് പറഞ്ഞാലും വിഷ്ണുവേട്ടൻ തന്നെ ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല എന്നും അമ്മയെന്ന് നെഞ്ചിൽ പച്ചകുത്തിയ വിഷ്ണുവേട്ടൻ അന്ന് തനിക്കൊപ്പം ആ വീടിന്റെ പടി ഇറങ്ങിയതാണ്. അതുകൊണ്ട് തന്നെ വീണ്ടും സത്യാമ്മയുമായി ആ കുടുംബവുമായി വിഷ്ണുവേട്ടനെ വീണ്ടും കൂട്ടിയോജിപ്പിച്ചത് ഞാൻ തന്നെയാണ് എന്ന് ശാലിനി അറിയിച്ചു. എങ്കിലും ശ്യാമയുടെ കാര്യം ഓർക്കുമ്പോൾ എനിക്കുമല്ലാത്ത ആശങ്കയുണ്ട്. ഞാൻ അവിടെ ഉള്ളപ്പോൾ ശ്യാമയെ ഏത് വിധേനയും എനിക്ക് തന്നെ എപ്പോഴും മറ്റുള്ളവരിൽ നിന്ന് സംരക്ഷിച്ചു നിർത്താൻ കഴിയുമായിരുന്നു. പ്രത്യേകിച്ച് സത്യാമ്മയുടെ ദേഷ്യത്തിൽ നിന്നും. സത്യാമ്മ പലപ്പോഴും ശ്യാമയെ വേദനിപ്പിക്കുന്ന രീതിയിൽ ശ്യാമയോട് പെരുമാറിയിരുന്നതൊക്കെ പല കാര്യങ്ങളാൽ ഞാൻ തന്നെയാണ് അതിൽ നിന്നെല്ലാം ശ്യാമയെ രക്ഷിച്ചിരുന്നത്. ഇനിയും എങ്ങനെയാണ് സത്യാമ്മയുടെ നീക്കമെന്ന് അറിയില്ല എന്ന് ശാലിനി ആശങ്കപ്പെട്ട് അകത്തേക്ക് പോകുന്നു. ഈ സമയത്ത് വിഷ്ണു സത്യാമ്മയുടെ വീട്ടിൽ നിന്ന് ശാലിനിയെ കാണുവാനായി കുടുംബശ്രീയിലേക്ക് എത്തിക്കഴിഞ്ഞു. കാറ് വന്നെന്ന ആ സമയത്ത് വിഷ്ണു ആയിരിക്കും വന്നതെന്ന് മനസ്സിലാക്കിയ ശാരദാമ്മ വേഗം തന്നെ വാതിലിലേക്ക് എത്തുന്നു. വിഷ്ണു കാറിൽ നിന്നിറങ്ങി വീട്ടിലേക്ക് കയറാൻ മടി കാട്ടി വേദനയോടെ അങ്ങനെ നിൽക്കുന്നത് കണ്ട് ശാരദാമ്മ ഉമ്മറത്തേക്ക് ഓടിയെത്തി വിഷ്ണുവിനെ വിളിക്കുന്നു. മോനെ വിഷ്ണു, അകത്തേക്ക് കയറുക എന്ന് പറഞ്ഞ് വളരെ സ്നേഹത്തോടെ വിഷ്ണുവിനെ സ്വീകരിച്ചു. വിഷ്ണു മനസ്സ് തകർന്ന് അകത്തേക്ക് കയറി വരുമ്പോൾ ശാലിനി എവിടെ ശാരദാമ്മയെന്ന് വിഷ്ണുവിന്റെ ചോദ്യം കേട്ട് ശാലിനി അപ്പോഴേക്കും അവിടേക്ക് എത്തുന്നു. ശാരദാമ്മയോടൊപ്പം വിഷ്ണുവിനെ കണ്ട ശാലിനി വലിയ സന്തോഷത്തോടെ തന്നെ വിഷ്ണുവിന്റെ അരികിലേക്ക് എത്തി. അപ്പോഴേക്കും വിഷ്ണു ശാലിനിക്ക് അരികിലേക്ക് എത്തി പറഞ്ഞു, ആ നിമിഷം ഇതല്ലാതെ എനിക്ക് മറ്റൊന്നും ചെയ്യാൻ കഴിയുമായിരുന്നില്ല. തൻ്റെ കൂടെ അപ്പോൾ തന്നെ ആ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാനായി തയ്യാറായവനാണ്. മറ്റുള്ളവർക്ക് വേണ്ടിയും അമ്മയ്ക്ക് വേണ്ടിയും പലപ്പോഴും പല ത്യാഗങ്ങളും നമ്മൾ പരസ്പരം സഹിച്ചിട്ടുണ്ട്. എങ്കിലും ഇത്തവണ അമ്മ ഈ രീതിയിൽ തന്നോട് പ്രതികരിക്കുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയിരുന്നില്ല. സത്യത്തിൽ താനല്ലല്ലോ അമ്മയോട് കളവ് പറഞ്ഞത്. അന്ന് ശ്യാമിയെയും രോഹിത്തിനെയും രക്ഷിക്കുന്നതിന് വേണ്ടി ഞാനല്ലേ അമ്മയുടെ മുന്നിൽ ചെന്ന് അങ്ങനെയൊരു നുണക്കഥ അറിയിച്ചത്. എന്നിട്ടും അത് ഞാൻ ഏറ്റു പറഞ്ഞിട്ട് പോലും അമ്മ അത് സ്വീകരിക്കാൻ തയ്യാറായില്ലല്ലോ. അതിനു പകരം തന്നെയല്ലേ അമ്മ ശിക്ഷിച്ചത്. യഥാർത്ഥത്തിൽ ഈ ശിക്ഷയ്ക്ക് ശരിക്കും അർഹനായത് ഞാൻ തന്നെയായിരുന്നില്ലേ എന്ന് വിഷമത്തോടെ വിഷ്ണു ശാലിനിയോട് ചോദിക്കുന്നു. ഇതെല്ലാം കേട്ടതും ശാലിനി പറഞ്ഞു, വിഷ്ണുവേട്ടൻ അങ്ങനെ ഒരു കളവ് പറഞ്ഞെങ്കിലും അത് ഞാൻ തിരുത്താൻ തയ്യാറായില്ലല്ലോ. സത്യാമ്മ എന്നെ അത്രത്തോളം സ്നേഹിക്കുകയും പരിചരിക്കുകയും ചെയ്തപ്പോൾ പോലും ആ നിമിഷങ്ങളിലൊന്നും സത്യാമ്മയോട് ഞാൻ സത്യം തുറന്നു പറഞ്ഞില്ല എന്നതാണ് സത്യാമ്മയുടെ കാഴ്ചപ്പാടിൽ ഞാൻ ചെയ്ത തെറ്റ്. അത് ശരിക്കും തെറ്റ് തന്നെയായിരുന്നു താനും. അതുകൊണ്ടാണ് സത്യാമ്മ അങ്ങനെ ഒരു തീരുമാനമെടുത്തപ്പോൾ ആ വീട്ടിൽ നിന്നിറങ്ങാൻ ഞാനും തീരുമാനിച്ചത്. എന്തായാലും വിഷ്ണുവിന്റെ അക്കാര്യത്തിൽ സ്വയം കുറ്റബോധം തോന്നി ഇനി ഇങ്ങനെ വേദനിച്ച് നടക്കേണ്ടതില്ല എന്ന് ശാലിനി വിഷ്ണുവിനെ സമാധാനിപ്പിച്ചു. ശ്യാമയോട് ഇപ്പോ സത്യാമ്മയുടെ സമീപനം എങ്ങനെയാണ് എന്ന് ശാലിനി ആശങ്കയോടെ വിഷ്ണുവിനോട് ചോദിച്ചു. സത്യാമ്മയുടെ അപ്പോഴത്തെ സ്വഭാവം വെച്ച് എങ്ങനെ തന്റെ അനുജത്തിയോട് സത്യാമ്മ പ്രതികരിക്കുക എന്നോർത്ത് വല്ലാത്ത ആശങ്ക ശാലിനിയുടെ മനസ്സിലുണ്ടെന്ന് തിരിച്ചറിഞ്ഞ വിഷ്ണു എന്തായാലും സത്യാമ്മയുടെ ഇപ്പോഴത്തെ തീരുമാനവും സത്യാമ്മയുടെ ഇപ്പോഴത്തെ ഇടപെടലും ശ്യാമയ്ക്ക് അനുകൂലമായിട്ട് തന്നെയാണ് എന്ന് വിഷ്ണു അറിയിക്കുന്നത്. രോഹിത് ശ്യാമയെ ചേർത്ത് പിടിച്ച് കൂടെയുള്ളത് കൊണ്ട് രോഹിത്തിനെ മനസ്സ് വേദനിപ്പിക്കാൻ അമ്മയ്ക്ക് കഴിയില്ലാത്തത് കൊണ്ടും ശ്യാമയെ തന്നോട് കാണിച്ച അതേ സ്നേഹം തന്നെ ഇപ്പോൾ ശ്യാമയോട് അമ്മയ്ക്കുള്ളത്. എങ്കിലും താൻ അതുപോലെ ഒരു ചതി അമ്മയോട് കാണിക്കുമെന്ന് ഒരിക്കലും അമ്മ പ്രതീക്ഷിച്ചതായിരുന്നില്ലല്ലോ. അതുകൊണ്ട് തന്നെ ആ ഒരു അമർഷം അമ്മയുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞെന്ന് വിഷ്ണു അറിയിച്ചു. എന്തായാലും ഇനി
തന്നെ തിരിച്ചു വിളിക്കുന്ന കാര്യത്തിൽ അമ്മയുടെ സമാധാനത്തോടു കൂടി വേണം എനിക്കിത് സംസാരിക്കാനെന്ന് വിഷ്ണു അറിയിച്ചു. അപ്പോഴേക്കും ശാലിനി പറഞ്ഞു, ഇനി എന്റെ കാര്യം പറഞ്ഞ തൽക്കാലം അമ്മയുടെ വഴക്കിലൊന്നും വിഷ്ണുവിന്റെ പോകണ്ട എന്ന് ശാലിനി വിഷ്ണുവിനെ അറിയിച്ചു. എങ്കിലും ഇപ്പോഴത്തെ അവസ്ഥയിൽ തന്നെ ഇങ്ങനെ ഇവിടെ വിട്ടിട്ട് പോകാൻ എനിക്ക് കഴിയില്ല എന്ന് പറഞ്ഞു വിഷ്ണു സങ്കടപ്പെടുമ്പോൾ ശാലിനി വിഷ്ണുവിനെ സമാധാനിപ്പിക്കുന്നതിനിടയിൽ വിഷ്ണു യാത്ര പറഞ്ഞിറങ്ങുന്നത് കണ്ട് പെട്ടെന്ന് ശാലിനി ബോധമറ്റ് വീഴുന്നു. ഈ സമയത്ത് ശാരദാമ്മ ആകെ ടെൻഷനോടെ മോളെ നിനക്ക് എന്താ പറ്റിയത് എന്ന് ചോദിച്ച് ശാലിനിയെ വിളിച്ചെഴുന്നേൽപ്പിക്കാൻ ഒരുങ്ങുമ്പോഴേക്കും വിഷ്ണു വേഗം വാതിക്കലേക്ക് ഓടിയെത്തി. എന്താ ശാരദാമ്മേ, എന്താ പറ്റിയത് എന്ന് അന്വേഷിച്ചു. അപ്പോഴേക്കും ശാലിനി ബോധമറ്റ് കിടക്കുന്നത് കണ്ടതോടെ വിഷ്ണു വേഗം വണ്ടിയിൽ കയറ്റി ശാരദാമ്മയോടൊപ്പം ശാലിനിയുമായി ഹോസ്പിറ്റലിലേക്ക് പുറപ്പെടുന്നു. ശാലിനി ഹോസ്പിറ്റലിലേക്ക് എത്തിയതും അവിടെ ഡോക്ടർ വേഗം ശാലിനിയെ വിഷ്ണു കൊണ്ടുവന്ന ആ സമയത്ത് തന്നെ പരിശോധിക്കുന്നു. അപ്പോഴേക്കും വിഷ്ണു വല്ലാത്ത ആശങ്കയോടെ ഡോക്ടറോട് ചോദിച്ചു, പേടിക്കാനൊന്നും ഇല്ലല്ലോ അല്ലേ എന്ന വിഷ്ണുവിന്റെ ചോദ്യം കേട്ട് ഡോക്ടർ തൽക്കാലം താനൊന്ന് പരിശോധിക്കട്ടെ എന്ന് അറിയിച്ചു. അങ്ങനെ ശാലിനിയെ റൂമിൽ കെട്ടി പരിശോധിക്കുന്ന സമയത്ത് വിഷ്ണുവും ശാരദാമ്മയും പുറത്ത് ആകാംക്ഷയോടെ കാത്തുനിന്നു. പെട്ടെന്ന് ശാലിനിക്ക് ഇങ്ങനെ തലചുറ്റലുണ്ടായത് എന്ത് കാരണത്താലാണെന്ന് അറിയാതെ അവർ ആശങ്കപ്പെടുമ്പോൾ ഡോക്ടർ പരിശോധിച്ചതിന് ശേഷം വിഷ്ണുവിനോടും ശാരദാമ്മയോടും ക്യാബിനിലേക്ക് വരാനായി അറിയിക്കണം. ഡോക്ടറുടെ മുന്നിലേക്ക് എത്തിയ വിഷ്ണുവും ശാരദാമ്മയും വല്ലാത്ത ടെൻഷനോടെ എന്താ ശാലിനിക്ക് സംഭവിച്ചതെന്ന് അവർ അന്വേഷിച്ചു. വിഷ്ണു അപ്പോഴും ആവർത്തിച്ച് ചോദിച്ചു, വേറെ കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലേ എന്ന് വിഷ്ണുവിന്റെ ചോദ്യം കേട്ട് പുഞ്ചിരിച്ചുകൊണ്ട് ഡോക്ടർ പറഞ്ഞു, ചെറിയൊരു കുഴപ്പമുണ്ട്. അത് കേട്ടതും വിഷ്ണു ടെൻഷനോടെ ചോദിച്ചു, എന്താ ഡോക്ടർ, എന്ത് കുഴപ്പമുണ്ടെങ്കിലും എന്റെ ശാലിനിക്ക് ഒരാപത്തും വരാൻ ഞാൻ അനുവദിക്കില്ല. എന്താ ഡോക്ടർ, മറ്റേതെങ്കിലും ഹോസ്പിറ്റലിൽ പോണോ എന്നെല്ലാം വിഷ്ണു അന്വേഷിച്ചു. അപ്പോഴേക്കും ഡോക്ടർ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, കുഴപ്പമുണ്ടെന്ന് പറഞ്ഞ് വേറൊന്നുമല്ല, ഇത് ചെറിയൊരു കാര്യം മാത്രമാണ്. നിങ്ങൾ ടെൻഷൻ ആവേണ്ട കാര്യമൊന്നും തന്നെയില്ല. താങ്കൾ ഒരു അച്ഛനാകാൻ പോകുന്നു എന്ന ആ വാർത്ത ഡോക്ടർ വിഷ്ണുവിനെ അറിയിച്ചു. വിഷ്ണു ആ വാക്ക് ഞെട്ടലോടെ കേട്ട് അന്തിച്ചങ്ങനെ നിൽക്കുമ്പോൾ ശാരദാമ്മയും അങ്ങനെ ഒരു വാർത്ത കേട്ടത് വിശ്വസിക്കാനാകാതെ ഞെട്ടിത്തെറിച്ചിരുന്നു. ഇങ്ങനെയൊരു കളവ് പറഞ്ഞു എന്നതിന്റെ പേരിൽ വീട്ടിൽ നിന്ന് പുറത്തായ ശാലിനി യഥാർത്ഥത്തിൽ പ്രഗ്നന്റ് ആയിരുന്നു എന്നുള്ള സത്യം ആ നിമിഷം അവർ അവിടെ വെച്ച് തിരിച്ചറിയണം. അത് കേട്ടതോടെ വിഷ്ണു എന്ത് ചെയ്യണമെന്നറിയാതെ അന്തിച്ചു നിന്നു. സന്തോഷിക്കണോ കരയണോ എന്നറിയാത്ത അവസ്ഥയിൽ വിഷ്ണു അങ്ങനെ നിൽക്കുമ്പോൾ ശാരദാമ്മയും ആശങ്ക വിടാതെ അതുപോലെ തന്നെ ഇത് സത്യമാണോ അതോ ഡോക്ടർക്ക് എന്തെങ്കിലും അബദ്ധം പറ്റിയതാണോ എന്നുള്ള രീതിയിൽ ശാലിനിയുടെ പ്രഗ്നൻസിയെ കുറിച്ച് കേട്ട് അതിശയത്തോടെ ഇരുവരും നോക്കി. ഈ സമയത്ത് അവിടെ സീമന്തത്തിന് വേണ്ടി ശ്യാമയുടെ സീമന്തം നടത്തുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്താനുള്ള തീരുമാനത്തിലേക്ക് സത്യാമ്മ എത്തിക്കഴിഞ്ഞു. ശ്യാമയുടെ സീമന്തമെങ്കിലും ഗംഭീരമായി തനിക്ക് നടത്തണമെന്നതായിരുന്നു സത്യാമ്മയുടെ അപ്പോഴത്തെ ആലോചന. ശാലിനി കാരണം ആ കുടുംബത്തിനുണ്ടായ മാനക്കേട് ശ്യാമയിലൂടെ തന്നെ നീക്കണമെന്ന് സത്യാമ്മ തീരുമാനിച്ചു. അങ്ങനെ എത്രയും വേഗം തന്നെ സീമന്തം നടത്താൻ സത്യാമ്മ തീരുമാനിച്ചുകൊണ്ട് രോഹിത്തിനോട് അക്കാര്യം അറിയിച്ചു. രോഹിത്ത് അത് കേട്ടതും ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇങ്ങനെ ഒരു ചടങ്ങിന്റെ ആവശ്യമുണ്ട് സത്യാമ്മ എന്ന രോഹിത്തിന്റെ ചോദ്യം കേട്ട് സത്യാമ്മ പറഞ്ഞു, ഇത് എന്റെ കുടുംബത്ത് നടക്കാൻ പോകുന്ന മംഗളകരമായ ഒരു ചടങ്ങാണ്. അത് ഉടനെ ഗംഭീരമായി തന്നെ എനിക്ക് നടത്തണം എന്ന് സത്യാമ്മ അറിയിക്കുന്നു. ഈ സമയത്ത് ശാലിനിക്കരികിലേക്ക് എത്തിയ വിഷ്ണു ഈ സന്തോഷ വാർത്ത അറിഞ്ഞതിന്റെ അതിശയത്തിൽ ശാലിനിയുടെ അരികിലേക്ക് ഓടിയെത്തി. വിഷ്ണുവും ശാലിനിയും തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞ് സത്യാമ്മ ആ വീട്ടിൽ നിന്ന് ശാലിനിയെ പുറത്താക്കിയപ്പോൾ യഥാർത്ഥത്തിൽ ശാലിനി ഗർഭിണിയായിരുന്നു എന്നുള്ള സത്യം തിരിച്ചറിയാതെ പോയതിന്റെ നിരാശയും വേദനയും വിഷ്ണു ശാലിനിയോട് പങ്കുവെക്കുന്നു. സത്യത്തിൽ തന്നെക്കുറിച്ച് ഇങ്ങനെ ഒരു കളവ് ഞാൻ അമ്മയോട് പറഞ്ഞപ്പോൾ അത് സത്യമായി ഭവിച്ചിരിക്കുകയായിരുന്നു എന്നുള്ള കാര്യം നമ്മൾ അറിഞ്ഞില്ല എന്ന് വിഷ്ണു വിഷമത്തോടെ ശാലിനിയോട് പറയുന്നു. എന്തായാലും ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇങ്ങനൊരു അവസ്ഥ കൂടി ഉണ്ടായതുകൊണ്ട് ഇനി എന്താണിത് പോംവഴി എന്ന് ആലോചിച്ചു. മാത്രമല്ല IAS ഇന്റർവ്യൂവിന് ഉടനെ തന്നെ പോകേണ്ടതുണ്ടോ എന്ന ആ ടെൻഷൻ വിഷ്ണുവിനെ അലട്ടി. അപ്പോഴേക്കും ശാലിനി വിഷ്ണുവിനോട് പറഞ്ഞു, തൽക്കാലം സത്യമ്മ ഇന്റർവ്യൂവിൽ പങ്കെടുക്കാനായി അനുമതി നൽകിയിട്ടില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആ ഒരു കാര്യം നമുക്ക് നടപ്പിലാക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. സത്യാമ്മയെ ധിക്കരിച്ച് ഇനിയൊന്നിനും ഞാനില്ല എന്ന് ശാലിനി വിഷ്ണുവിനോട് അറിയിക്കുന്നു.